ഹായ്, നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. ഈ അച്ചാറിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ വിനാഗിരി വേണ്ട, കടുക് വേണ്ട, വെളിച്ചെണ്ണ വേണ്ട. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. നമുക്ക് ആദ്യം അതിന് ചെറുനാരങ്ങ എടുക്കുക, കായം, ഉലുവ, വെളുത്തുള്ളി, പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം. നമുക്ക് അച്ചാറിൽ കുറച്ച് ഉപ്പും മുളകൊക്കെ മുന്നിട്ട് നിൽക്കണതല്ലേ ഇഷ്ടം. നമുക്ക് പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പിന്നെ കായം നമ്മുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നില്ല. പൊടിയുള്ളവർ പൊടി ഇട്ടാൽ മതിയേ. അതിടുക. പിന്നെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായി കുറച്ചിടണം. എന്നില്ല നമ്മൾ വെള്ളം ഒഴിക്കണില്ല. ആ ചെറുനാരങ്ങയിൽ നിന്ന് വരുന്ന നീരില്ലേ, അതിലാണിത് വേവണത്. അത് കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തിരി ഫ്ലെയിം കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഒറ്റ വിസിൽ, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാർ കിട്ടും. ഞാനിത് ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അന്ന് ഉപയോഗിക്കാനല്ല ടേസ്റ്റ്, പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. എന്നാൽ എല്ലാവർക്കും നന്ദി.